അത് കൈരളി ടിവിയിൽ ചിന്നമുഖ എന്ന പ്രോഗ്രാം കണ്ടതാണ് അല്ലേ? പഴയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കൈരളി ടിവിയിൽ ചിന്നമുഖ. അതിൽ നടന്മാരെ ഡ്യൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സുധാകരനോട് സുധാകരനാണ് ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കുറെ എപ്പിസോഡൊക്കെ എനിക്ക് ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ ജയൻ സാറിന്റെ ആ ഒരു ചെറിയൊരു വോയിസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇഷ്ടപ്പെട്ട പ്രോത്സാഹിപ്പിക്കാം. പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങളെല്ലാവരും കരുതലിൽ അതിയായ സന്തോഷം. എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടാം. കേട്ടു പഠിച്ചു. ഇങ്ങനെ പോകുന്നു. പിന്നെ മറ്റൊരു താരം എന്ന് പറയുമ്പോൾ മധുസാർ. നമ്മുടെ മധുസാർ ഇവിടെ വന്ന വേദിയിൽ വന്ന് സംസാരിച്ചാൽ എങ്ങനെയായിരിക്കും ലൈവ് വോയിസ് ഒക്കെ അദ്ദേഹത്തെ വേദിയിലേക്ക് വോയിസ് ഒക്കെ ചെയ്തു ശ്രീ മധുസാർ. നമസ്കാരം പ്രിയമുള്ളവരെ, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. അതിലുപരി ഇത്രയും നല്ല സുമനസ്സുകളായ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാൻ കണ്ടുപിടിച്ചു. മാനത്തെ പൂവറയിൽ ഒരു വീഴ്ച കാണൂലേ, ഒരു വീഴ്ച കാണൂലെങ്കിൽ വീണാണെങ്കിൽ പിടയ്ക്കൂലേ. നന്ദി, നമസ്കാരം. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു താരമുണ്ട്, ശ്രീ മാമുക്കോയ. ഒരു മാമുക്കോയ, ശ്രീ മാമുക്കോയ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഗാനഗന്ധർവൻ യേശുദാസാണ്. എന്നാൽ മറ്റൊരു ചിരിക്കുട്ടൻ നമുക്കുണ്ട്, MG ശ്രീകുമാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് തരാം. എന്റെ ബാറ്റിംഗ് സൂപ്പർ ഇരിക്കുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു 15,000 രൂപ ഞാൻ അങ്ങോട്ട് സമ്മാനമായിട്ട് നൽകുകയാണ്. ഈ കൊറോണ കഴിഞ്ഞാൽ ആ പൈസ മാറിയെടുക്കാൻ പറ്റുന്നത് ഇതിന്റെ തുടക്കം വളരെ ഗംഭീരമായിട്ട് വേണം. ഓക്കെ, അടുത്തതായി ഞാൻ ചെയ്യുന്നത് നെടുമുടി സാറിന്റെ ശബ്ദം. നെടുമുടി സാറിന്റെ ലെജൻഡ് ആണ് അല്ലേ? ലെജൻഡ്. നമസ്കാരം. എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടാം. വിളിച്ചോ. അതിനെക്കാട്ടും വലിയൊരു നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് വിനയ ഫോട്ടോ അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് കേൾക്കാം. വിനയ ഫോട്ടോ. സാറേ, എന്റെ പ്രശ്നം ആ കുട്ടിയുടെ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം രാത്രി ആ പെൺകുട്ടിയെ സാർ കാറടിച്ചു വീഴ്ത്തി. സാറിന് കല്ലിക്കാട് ജംഗ്ഷനിൽ 200 സ്ക്വയർ ഫീറ്റുള്ള ഒരു കടം ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. 235 കോടി രൂപയാണ് സാർ. ആ പൈസ ഈ കേസിൽ നിന്ന് സാർ തന്നെ ഊരിയെടുക്കാം. കൈയെടുക്കും സാർ. സാറ് അഞ്ചലിക്ക് മനസ്സിലാവുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജനാർദ്ദൻ സാർ ഈ രീതിയിൽ ഒന്ന് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ലൈവ് വോയിസ് ഒന്ന് ശ്രദ്ധിക്കാം. ജനാർദ്ദൻ. നമസ്കാരം. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളെ മണ്ഡലത്തിൽ പോയ താരങ്ങളെ നമ്മൾ കൊണ്ടുവരണം. അപ്പൊ മാളച്ചേട്ടന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ യങ്സ്റ്റാറുകളാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും. അദ്ദേഹത്തിന്റെ പിതാവും പഴയകാല ഒരു സൂപ്പർ സ്റ്റാറാണ്, ചോക്ലേറ്റ് നായകനാണ്. സുകുമാരൻ ചേട്ടന്റെ ഒരു പഴയകാല വോയിസ്. തന്നോട് ചോദിച്ചാൽ കാലത്തും പറയും, സിരിയോട് ചോദിച്ചാൽ സിരിയുത്തരം പറയും, അല്ലാതെ അമ്പഴല്ലേ. അപ്പൊ അടുത്തത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് കേൾക്കാം. ബഹുമാനമുള്ള അതിന്റെ പ്രിയ സുഹൃത്തുക്കൾ, എന്തായാലും എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതില് എനിക്ക് വലിയ സന്തോഷം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊടുക്കുന്നു. നമ്മുടെ ബാബുവിന്റെ ശബ്ദം. ചില ആൾക്കാർ കേട്ടിട്ടുള്ളത് മരത്തിന് വേണ്ടി പോലെ കാര്യം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാസ്കർ നമ്മുടെ സച്ചിനാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ് നമ്മൾ കേൾക്കാം. സച്ചിൻ ടെണ്ടുൽക്കർ. I am very happy. India and Australia and Test cricket. My father is better. I am on the international 600. Thank you very much. Thank you. അപ്പൊ അടുത്തത് സുജി പ്ലീസ് പ്ലീസ് സുജി പറയൂ. സുജി നല്ലൊരു അറിയാനുള്ള മനസ്സിലാവും. നല്ലൊരു കൈയ്യിട്ട് കൊടുത്താലേ സുജി വരും. അപ്പോൾ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ഷിബു മലക്കാരെ, ജിജു അണ്ണൻ, പിന്നെ നമ്മുടെ വേറെ ഷിബുണ്ട്. ഷിബു ചേട്ടൻ അല്പം താമസം വന്ന്, അതുപോലെ ഷാനാഥേട്ടൻ പോയിട്ടുണ്ട്. പിന്നെ അവന്തിക, ഞങ്ങളുടെ പ്രസിഡന്റ് സുമേഷ് ചേട്ടനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഇവർക്ക് പ്രോഗ്രാം അവതരിപ്പിച്ചവർക്ക് ചെറിയൊരു ആദരവ് നൽകുകയാണ്. സംഘടനയുടെ സർട്ടിഫിക്കറ്റും ഒരു ചന്ദനവരത്തെയും എന്നെ വെച്ച ബഹുമാനിയരായ സംഘാടക സുഹൃത്തുക്കൾക്കും അവരുടെ നല്ലവരായ കുടുംബാംഗങ്ങൾക്കും നല്ല രീതിയിൽ ശബ്ദം വിളിച്ച് തന്ന് സഹായിച്ച വ്യക്തരായ പ്രവർത്തക സുഹൃത്തുക്കൾക്കും ആത്മാർത്ഥമായ രീതിയിൽ പ്രോത്സാഹനങ്ങൾ തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രബുദ്ധരായ മുഴുവൻ കലാസ്വാദകർക്കും 1000 നന്ദി ശിവം കടപ്പാട് വെക്കാലവും ഹൃദയത്തിൽ സൂക്ഷിക്കാം. താൽക്കാലികമായി ഞങ്ങൾക്ക് ഈ രീതിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വിടാകാം. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.